ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് പേരിൽ നമ്മളുടെയൊക്കെ പേരിൽ ചില ഭാഗ്യവും ഭാഗ്യദോഷവും ഉണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ചെറിയ ഒരു കാര്യം ചെയ്താൽ, എന്ന് വെച്ചാൽ പേര് മാറ്റാൻ പോവുകയോ ഒന്നും ചെയ്യണ്ട, ലളിതമായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. അത് ചെയ്താൽ തന്നെ മനസ്സറിയാതെ വലിയ സമ്പത്തും ഐശ്വര്യവും വിജയങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുമെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കുക, എന്നിട്ട് നിങ്ങൾ വിലയിരുത്തിയാൽ മതി. കാരണം ഇത് ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സാമ്പത്തികമായ ഐശ്വര്യങ്ങളെ സാമ്പത്തികമൊക്കെ മനസ്സറിയാതെ വന്നുകൊണ്ടേയിരിക്കും. ഈ പേരിലെ ചില ഭാഗ്യദോഷങ്ങൾ ആളുകളുടെ ജീവിതത്തിൽ വലിയ ദുരിതങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അത് നിങ്ങൾക്കിത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഈ ജീവിതം മാറുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. അതുവരെ അത് മനസ്സിലാകണം നിർബന്ധമില്ല. നല്ല കാര്യമാണ്, വീട്ടിൽ ചെയ്യാവുന്ന ചെറിയൊരു കാര്യമാണ്. പേരൊന്നും മാറ്റാൻ പോകണ്ട. ഞാനത് പറഞ്ഞു തരുന്നുണ്ട്. ഇത് വേറെ ആരും ഒരിടത്തും ഇതുപോലെ നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. അതുപോലെയുള്ള ഒരു വിദ്യയാണ് ഇത്. ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ചെയ്തിട്ടുണ്ട്. ലളിതമായ കാര്യമാണ്, നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാനത് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക. ഞാൻ ഫ്രീ ആകുന്ന അനുസരിച്ച് റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാനും പറ്റത്തുമില്ല. എല്ലാവരുടെയും വാട്സപ്പ് ചിലപ്പോൾ ഞാൻ നോക്കിയെന്നിരിക്കും, പക്ഷെ മെസ്സേജ് മുഴുവൻ നോക്കണമെന്നൊന്നും നിർബന്ധമില്ല. കാരണം സമയമില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, എല്ലാവരുടെയും നോക്കാനും പറ്റത്തില്ല. ഫ്രീ ആകുന്നതനുസരിച്ച് പറ്റുന്നതനുസരിച്ച് വർക്ക് എടുക്കുന്ന സമയത്ത് ശ്രദ്ധയിൽ കാണുന്നവർക്ക് റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ഞാൻ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ആ ചെയ്യുന്ന രീതി പറയും. ക്ഷേത്രത്തിലേക്കുള്ള ലളിതമായ വഴിപാടുകളും നല്ല പ്രാർത്ഥനകളും നല്ല കാര്യങ്ങളും മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ ചെയ്യുന്ന രീതി പറയും. കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാം, അല്ലെ ചെയ്യാതിരിക്കുക. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. മറ്റൊന്നും കൊണ്ടല്ല, വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. അതുപോലെ തിരക്കുള്ളതുകൊണ്ടാണ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ലാത്തത്. കാരണം എല്ലാം കൂടെ ചെയ്യാൻ പറ്റത്തില്ല. വാട്സപ്പിലെ വർക്ക് തന്നെ തീരുന്നില്ല സമയത്ത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ വളരെ ചുരുക്കി ഒരു വോയിസ് ആയിട്ട് ഇടുക. ഒരുപാട് വോയിസ് ആയിട്ട് ഇടാൻ എനിക്ക് കേൾക്കാൻ സമയമില്ല. എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ എനിക്കറിയാവുന്ന നല്ല കാര്യം പറഞ്ഞുതരാം. അതിന് ഫീസൊന്നുമില്ല കേട്ടോ. വിശകലനം ചെയ്യുന്നതിന് മാത്രമേ ഉള്ളൂ ഒരു നിശ്ചിത ഫീസ്. അപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇനി വീഡിയോയിലേക്ക് ചിലരെങ്കിലും ചിന്തിക്കും, പേരിൻ്റെ അകത്ത് എന്താ ഇപ്പോൾ ഇത്ര വലിയ കാര്യം ഇരിക്കുന്നതെന്ന്. എന്നാൽ ഞാൻ പറയുന്നു കാര്യമുണ്ട്. അത് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പേരിനകത്ത് കാര്യമുണ്ടോ ഇല്ലയോ എന്ന്. കാരണം നിരവധി ആളുകളുടെ 10 വർഷത്തിലേറെ 10,000-കണക്കിന് ആളുകളുടെ കൈരേഖ, സംഖ്യാ ജ്യോതിഷം, അതുപോലെ പേരിൻ്റെ ശാസ്ത്രം പരിശോധിച്ചതിൽ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളുണ്ട്. പേരിൽ ചില കാര്യങ്ങളുണ്ട്. ഈ പേരിലെ ചില ഭാഗ്യദോഷം കൊണ്ട് തന്നെ പലവിധ തടസ്സങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരുണ്ട്. അപ്പം ഇത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പം ഞാൻ പേരിൻ്റെ ചില രഹസ്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പേര് മാറ്റുകയേ വേണ്ട. ഒരാളുടെ പേരിന് പ്രശ്നം ഉണ്ടെന്ന് കരുതി ആ പേര് മാറ്റുക എന്ന് പറഞ്ഞപ്പോൾ വലിയ പ്രൊസീജിയറൊക്കെ, അതിൻ്റെ പുറകെ പോവുക വേണ്ട. പിന്നെ മാറ്റുന്നവർക്ക് മാറ്റാം, പക്ഷെ അതിൻ്റെ പുറകെ ഒന്നും പോകണ്ട. അല്ലാതെ തന്നെ മനസ്സറിയാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ വിജയങ്ങളും സമ്പത്തും വരുന്ന ലളിതമായി ചെയ്യാവുന്ന 2 രഹസ്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഒരു പ്രാവശ്യം കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ കാണുക, അല്ലെ വീണ്ടും കാണുക. അങ്ങനെ അത് മനസ്സിലാക്കുക. ഞാൻ വളരെ ലളിതമായിട്ടാണ് പറയുന്നത്. അപ്പം അതിന് ആദ്യം പറയാൻ പോകുന്ന കാര്യം, ഈ ഓരോ ഇംഗ്ലീഷ് അക്ഷരങ്ങൾക്കും ഓരോ വാല്യൂ ഉണ്ട്. ഓരോ വാല്യൂ അത് നിങ്ങൾ ഇതൊന്ന് എഴുതിയെടുത്തോണം. ഞാൻ ഇത് നിങ്ങളെ കാണിച്ചു തരാം. അതായത് ഇപ്പം കണ്ടോ, AIJQY ഇതിനെല്ലാം 1 വാല്യൂ ഇതിൻ്റെ. അതുപോലെ BKR 2 ഇതിൻ്റെ എല്ലാം വാല്യൂ. CGLS വാല്യൂ 3, DMT വാല്യൂ 4, EHNX വാല്യൂ 5. ഇത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. നിങ്ങളെല്ലാം എഴുതിയെടുത്തോണം. നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ വേണ്ടിയാണ് ഞാനിത് അല്പനേരം ഇങ്ങനെ വയ്ക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ടാണെങ്കിലും എഴുതിയെടുത്തോണം കേട്ടോ. ഇനി അടുത്ത കാണിക്കാം. കണ്ടല്ലോ, UVW വാല്യൂ 6, OZ വാല്യൂ 7,
FP വാല്യൂ 8 ഇതുകൂടെ എഴുതിയെടുത്തോണം. ഒന്നുകൂടെ കാണിക്കാം. നിങ്ങൾ ഇതിന്റെ വാല്യൂ എഴുതിയെടുത്തോണം. ഇനി ഇത് നിങ്ങൾക്ക് ഇപ്പൊ ഇത്ര മനസ്സിലായല്ലോ, ഓരോ അക്ഷരങ്ങൾക്കും വാല്യൂ ഉള്ളത്. ഇനി ഞാനൊരു പേര് ഉദാഹരണത്തിന് കാണിക്കാം. അപ്പോൾ നമ്മളുടെ പേരിലെ ഭാഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ഭാഗ്യദോഷം മാറ്റുന്നതിനും വേണ്ടി രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മൾ ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത്, ആ ഡേറ്റ് ഓഫ് ബർത്തിലെ ജനിച്ച തീയതി മാത്രം എടുക്കുന്നു. പിന്നെ നമ്മളുടെ പേരിലെ ഓരോ അക്ഷരത്തിൻ്റെയും വാല്യൂ എഴുതി കൂട്ടുക. അപ്പോൾ ഒരു ടോട്ടൽ കിട്ടും. ആ ടോട്ടൽ ഇപ്പൊ രണ്ടക്ക സംഖ്യയാണ്, അതിനെ ഏകസംഖ്യ ആക്കണം. ആ സംഖ്യയും ജനിച്ച തീയതി രണ്ടക്ക സംഖ്യയാണെങ്കിൽ ഏകസംഖ്യ ആക്കണം. രണ്ടുകൂടെ കൂട്ടി ഏകസംഖ്യ ആക്കണം. അങ്ങനെ ഈ ജനിച്ച തീയതിയും പേരിന്റെ വാല്യൂ എല്ലാം കൂടെ എഴുതി കൂട്ടി കിട്ടുന്ന ടോട്ടലിനെ രണ്ടക്ക സംഖ്യയാണ് ഏകസംഖ്യ ആക്കി അത് കൂട്ടി ഒന്നാക്കി. ഇപ്പം 10 കിട്ടുന്നെങ്കിൽ 1 + 0 1. ഇപ്പം പേരിന്റെ ഈ ഓരോ അക്ഷരങ്ങളുടെയും വില എഴുതി കൂട്ടിക്കഴിയുമ്പം ടോട്ടൽ 28 കിട്ടുന്നെന്ന് വിചാരിച്ചു. അപ്പൊ അതിനെ ഏകസംഖ്യ ആക്കണം. 2 + 8 അപ്പൊ അത്ര കിട്ടി 10. അതിനെ വീണ്ടും ഏകസംഖ്യ ആക്കണം. 1 + 0 അപ്പൊ അത്ര കിട്ടി 1. ഇങ്ങനെ ഏകസംഖ്യ ആക്കണം. അതുപോലെ ഇപ്പൊ ഒരാളുടെ ജനിച്ച തീയതി 24 വിചാരിച്ചു. അത് രണ്ടക്കമാണ്, അതിനെ ഏകസംഖ്യ ആക്കണം. 2 + 4 6. അങ്ങനെ ഏകസംഖ്യ ആക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ജനിച്ച തീയതിയെയും ഏകസംഖ്യ ആക്കണം. ഈ പേരിന്റെ അക്ഷരങ്ങളെ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ടോട്ടൽ രണ്ടക്കമാണെങ്കിൽ അതിനെ ഏകസംഖ്യ ആക്കണം. എന്നിട്ട് ഈ ജനിച്ച തീയതിയായ ഏകസംഖ്യയും പേരിന്റെ ടോട്ടലിനെ കൂട്ടുമ്പം കിട്ടുന്ന ഏകസംഖ്യയും തമ്മിൽ മാച്ചാകണം. അങ്ങനെയാണ് ഭാഗ്യം കണ്ടെത്തുന്നത്. അപ്പൊ ഞാനത് ഒരു ഉദാഹരണത്തിലൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ഇപ്പൊ ഇത് കണ്ടോ, ഒരാളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഞാൻ എഴുതിയിരിക്കുന്നത്. 1/10/1973 ഒരാൾ ജനിച്ച രാജീവ് എന്ന് പറഞ്ഞ ഒരാൾ ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത്. ഇതൊരു ഉദാഹരണത്തിന് കാണിക്കുന്നതേ ഉള്ളൂ. ഇയാളുടെ പേര് വരുന്നത് രാജീവ്, ഇനിഷ്യലാണ് ഇ, ഒരു കുത്തിട്ടിട്ട് ഇ, രാജീവ് ഇ. ഒരാളുടെ പേരിന്റെ ഭാഗ്യം തീരുമാനിക്കുമ്പോൾ അയാളുടെ ഇനിഷ്യൽ ഉൾപ്പെടെ ഫുൾ നെയിം എഴുതണം. ഇപ്പൊ രാജീവ് ഇ നോക്കാം. നമുക്ക് ഈ രാജീവ് ഇയുടെ സംഖ്യായുധം അനുസരിച്ച് ഏത് സംഖ്യ വരുന്നത് നോക്കാം. രാജീവ് ഇ. അപ്പം ഇത് കണ്ടോണം. നമ്മൾ എഴുതുന്നു 6ന്റെ താഴെ 2. രാജീവ് ഇ എന്നുള്ളത് ഞാൻ ഒന്നുകൂടെ രണ്ട് രീതി ഇത് ശ്രദ്ധിച്ചോണം. അപ്പൊ 6ന്റെ താഴെ 2, 6ന്റെ വില 2 ആണ്. എയുടെ വില 1, ജെയുടെ വില 1, ഈയുടെ വില 5, ഈയുടെ വില 5, 2 ഇ ഉണ്ട്. അപ്പൊ 2 5. വിയുടെ വില 6. ഇത്രയും കൂട്ടുമ്പോൾ 20 കിട്ടുന്നത്. ഇവിടം വരെ രാജീവ് ഇതുകൂടെ കൂട്ടണം. അതിന്റെ കൂടെ ഈയുടെ വില 5. അപ്പം കിട്ടുന്നത് എത്രയാണെന്നറിയോ? അപ്പം കിട്ടുന്നത് 25 കിട്ടും. 25 എന്ന സംഖ്യ കിട്ടും. ഇത് മൊത്തം കൂടെ കൂട്ടുമ്പം രാജീവ് ഇ എന്നുള്ള ഇതിന്റെ മുഴുവൻ വാല്യം കൂടെ കൂട്ടുമ്പോൾ 25 കിട്ടും. ഈ 25നെ ഞാൻ പറയുന്നത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഈ 25നെ നമ്മൾ ഏകസംഖ്യ ആക്കുമ്പോൾ 2 + 5 എത്ര വന്നു? 7 വരും. അപ്പോൾ അയാളുടെ പേരിന്റെ വാല്യൂ മുഴുവൻ കൂട്ടുമ്പോൾ 25 കിട്ടും. രാജീവ് ഇ ഇൻഷല്ല ABCD ഇ എന്നുള്ളത് ഇ. അപ്പൊ ഇ എന്നുള്ള ഇൻഷല രാജീവ് ഇ എന്ന് പറയുമ്പോൾ 25 കിട്ടുന്നത്. ആ 25നെ രണ്ടക്കം ഏകസംഖ്യ ആക്കുമ്പോൾ 2 5 കൂടെ കൂട്ടണം. അങ്ങനെ ഏകസംഖ്യ ആക്കുന്നത്. അപ്പൊ എത്ര വന്നു? 7. ഈ 7ഉം ഡേറ്റ് ഓഫ് ബർത്ത് 1/10/1973. അപ്പോഴേ ഈ 1 ഇഞ്ഞെടുക്കുക, ജനിച്ച തീയതി മാത്രം. ഇതിപ്പോ 1 ആയതുകൊണ്ട് അതിനെ ഒന്നും ചെയ്യണ്ട. ഒരു 10 ആയിരുന്നെങ്കിൽ 1 + 0, അല്ലെ 16 ആയിരുന്നെങ്കിൽ 1 + 6 കൂട്ടി ഏകസംഖ്യ ആക്കണം, 7 എന്നാക്കണം. അല്ലെങ്കിൽ 18 ആണെങ്കിൽ 1 + 8. രണ്ടക്കമാണ് കൂട്ടിട്ട് ഏകസംഖ്യ ആക്കേണ്ടിയിരുന്നു. ഇത് ഒരു അക്കം തന്നെയായിട്ട് ഇതിനൊന്നും ചെയ്യണ്ട. 1 എടുത്തു. ഇയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1 എടുത്തു. ജനിച്ച തീയതി മാത്രം എടുക്കുക. 1 എടുക്കുന്നു.
ജനിച്ച തീയതി മാത്രം എടുക്കുന്നു, ഒന്നെടുക്കുന്നു. പിന്നെ ഇയാളുടെ പേരിൻ്റെ ടോട്ടൽ കിട്ടുമ്പം അത് 7ആണ്. ആ 7 എടുക്കുന്നു. കണ്ടല്ലോ, 1 7. അപ്പം ഈ 1 7 കൂടെ വരുമ്പം ശ്രദ്ധിച്ചോണം, 1 7 1 7 1 ജനിച്ച തീയതി, ജനിച്ച ഡേറ്റ്, അതും 7 ഇയാളുടെ പേരിൻ്റെ വാല്യൂ തമ്മിൽ കൂട്ടുമ്പം കിട്ടുന്ന ടോട്ടലിനെ ഏകസംഖ്യാക്കം കിട്ടുന്നു. 1 7 തമ്മിൽ മാച്ച് ആകത്തില്ല, ശത്രു സംഖ്യകളാണ് 1 7 തമ്മിൽ. അപ്പോൾ ഇത് മാച്ചാകുന്നത് എങ്ങനെയാണെന്നറിയോ? 1 1 വരണം. അതായത് ജനിച്ച തീയതി ഒന്നാകുമ്പോൾ ഈ പേരിൻ്റെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 1 വരണം. അപ്പം അതിന് നമുക്ക് എന്തോ ചെയ്യാൻ പറ്റുന്നത്? ഇപ്പം ഇത് കണ്ടോ, രാജീവ് എന്ന് തന്നെ കൂട്ടുമ്പോൾ 20 വരുന്ന നമ്പർ. അപ്പോൾ 5 വാല്യൂ വരത്തക്ക രീതിയിൽ ആ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ നിന്ന് ഒരു ലെറ്റർ എടുക്കുക. 5 വാല്യൂ വരുന്നത് ഞാൻ കാണിച്ച. ഇപ്പം എന്തേ 5 വാല്യൂ വരുന്നത് ഏതാ വരുന്നത്? ഈ വേണേ എടുക്കുക, അല്ലെങ്കിൽ എച്ച് എടുക്കാം. രാജീവ് എന്ന് പറയുമ്പോൾ 20 വരുന്നത്. അപ്പം ഈ 20നെ 28 ആക്കുമ്പോഴേ 2 8 10, 1 + 0 1 ആകത്തുള്ളൂ. ജനിച്ച സംഖ്യ എന്ന് ജനിച്ച തീയതി 1ആണ്. ആ 1 തന്നെ ഇതിനെ 28 ആക്കണം. അപ്പം 28 ആക്കണമെന്നുണ്ടെങ്കിൽ 6 ആഡ് ചെയ്യണം. 6ഉം 2 8 കൂടി 20ൻ്റെ കൂടെ കൂടണം. രാജീവ് എന്ന് പറയുമ്പോൾ 20 വരുന്നത്, അതിൻ്റെ കൂടെ 8 കൂടെ കൂടണം. അപ്പം അതിൻ്റെ കൂടെ 8 കൂടെ കൂടണമെങ്കിൽ രണ്ട് ഇതിൽ നമ്മൾ 2 അക്കങ്ങൾ സെലക്ട് ചെയ്യാം. അതായത് ഇപ്പം 2ൻ്റെ വാല്യൂ വരുന്നത് ബി. ഇത് നമ്മൾ ബി എടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും എടുക്കാം. ബി എടുക്കുന്നു. പിന്നെ 6ൻ്റെ വാല്യൂ വരുന്നത് വി. 6ൻ്റെ വാല്യൂ വരുന്നത് വി. ഇതിൽ നിന്ന് ഞാനൊരു വിയും കൂടെ എടുക്കുന്നു. അപ്പം രാജീവ് എന്നുള്ളത് രാജീവ് വി ബി എന്നാക്കുന്നു. രാജീവ് വി ബി അല്ലെ രാജീവ് ബി വി എന്ന് ഞാൻ ഇൻഷ്യലാക്കുന്നു. ഇത് ഇൻഷ്യലാക്കുന്നത് നിങ്ങൾ ഈ നിങ്ങൾ പേര് മാറ്റാൻ വേണ്ടിയല്ല, ഇങ്ങനെ ഇൻഷ്യലാക്കുക. അപ്പോൾ എത്ര വന്നു? രാജീവ് ബി വി. അപ്പോൾ 20ഉം 6ഉം 2 8 28ആയി. 28 ആകുമ്പോൾ 2 + 8 10. അതിനെ ഏകസംഖ്യയാക്കുമ്പോൾ 1 + 0 1 വന്നു. അപ്പം ജനിച്ച തീയതി 1 ഇദ്ദേഹത്തിൻ്റെ പേരിൻ്റെ വരുന്നതും 10. 10നെ ഏകസംഖ്യയാക്കുമ്പോൾ 1 + 0 1 1 മാച്ചിങ്ങാണ്. അപ്പം ഇങ്ങനെ രാജീവ് ബി എന്നുള്ള പേര് എഴുതി നിങ്ങൾ കിടക്കുന്ന റൂമിൽ നിങ്ങളുടെ ഭിത്തിയിൽ ഡബിൾ ടേപ്പ് വെച്ച് ഒരു പേപ്പറിൽ ഒട്ടിച്ചു വെക്കുക. അത്രയും ചെയ്താൽ മതി. അല്ലാതെ നിങ്ങളുടെ പേര് ഇപ്പോൾ രാജീവ് എന്നുള്ളതാണെങ്കിൽ ആ പേരിൽ തന്നെ നിങ്ങൾ പിന്നെ എഴുത്തുകുത്തുകളോ ഡോക്യുമെന്റ്സ് എല്ലാം ചെയ്താൽ മതി. പേര് മാറ്റാനോ അതിൻ്റെ പുറകെ ഒന്നും പോകണ്ട. ഈ പേരിലെ ചില ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ആഡ് ചെയ്തിട്ട് കിടക്കുന്ന റൂമിലെ ഭിത്തിയിൽ നിങ്ങൾ ഡബിൾ ടേപ്പ് വെച്ച് പേപ്പർ എഴുതി ഒട്ടിച്ചാൽ മാത്രം മതി. അല്ലാതെ പേര് മാറ്റാൻ പോകണ്ട, ഒന്നും ചെയ്യാൻ പോകണ്ട. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഈ പേരിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ ഭാഗ്യങ്ങളും വന്നു ചേരും. മനസ്സറിയാതെ വലിയ ഐശ്വര്യങ്ങളും വന്നു ചേരും. ഇങ്ങനെ നിങ്ങളുടെ ജനിച്ച തീയതിക്ക് അതേ രീതിയിൽ ആ നിങ്ങളുടെ പേരിൻ്റെ സംഖ്യ ഇങ്ങനെ നിങ്ങൾ ചെയ്തു വെച്ചാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരേണ്ട ഭാഗ്യങ്ങളെല്ലാം വന്നു ചേർന്നോളും. യാതൊരു സംശയവും വേണ്ട. അപ്പം ഇത് നിങ്ങൾക്ക് ഒന്ന് ഒക്കെ ശ്രദ്ധിച്ച് കണ്ടാൽ അത് മനസ്സിലാവും. അപ്പം ഈ പേര് മാറ്റുക വേണ്ട. നിങ്ങളിപ്പം നിങ്ങൾ അറിയപ്പെടുന്ന പേരിൽ തന്നെ ആ ഇനിഷ്യലിൽ തന്നെ നിങ്ങൾ അറിയപ്പെട്ടോട്ടെ. ആ ഇനിഷ്യലിൽ ആ പേരിൽ തന്നെ നിങ്ങളുടെ എഴുത്തുകുത്തുകളും എല്ലാ ഡോക്യുമെന്റ്സിലും പേര് അത് തന്നെ വെച്ചു. പേര് മാറ്റാനേ പോകണ്ട. പക്ഷേ നിങ്ങളുടെ മുറിയിൽ എഴുതി വെക്കുമ്പോൾ മാത്രം ആ പേരിൻ്റെ കൂടെ നിങ്ങൾ ആ പഴയ ഇനിഷ്യലല്ലേ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഭാഗ്യം തരുന്ന രീതിയിൽ ഒരു കണക്കൊക്കാൻ വേണ്ടി 1 2 ഇംഗ്ലീഷ് അക്ഷരം ആഡ് ചെയ്ത് ഇനിഷ്യലായിട്ട് പേര് മുഴുവൻ എഴുതി വെച്ചാൽ മാത്രം മതി. അല്ലാതെ ഡോക്യുമെന്റ്സിലോ നിങ്ങളുടെ എഴുത്തുകുത്തുകളിലോ രേഖകളിലോ ഒന്നും പേര് മാറ്റാൻ പോകണ്ട. നിങ്ങൾ ആ പേരിൽ തന്നെ അറിയപ്പെട്ടോട്ടെ. ആ ഇനിഷ്യൽ തന്നെ നിങ്ങൾ എല്ലായിടത്തും എഴുതിക്കൂ. ആ ഇനിഷ്യൽ തന്നെ നിങ്ങളുടെ ഡോക്യുമെന്റ്സിലോ നിങ്ങളുടെ എല്ലാ ഡോക്യുമെന്റ്സിലും ആ പഴയ പേരും ഇനിഷ്യലും തന്നെ എഴുതിക്കോണം. അതിൻ്റെ അകത്തൊന്നും മാറ്റം വരുത്തരുത്. പേര് മാറ്റാനും പോകണ്ട. നിങ്ങളുടെ കിടപ്പ് മുറിയിൽ എഴുതി വെക്കുന്നിടത്ത് മാത്രം ഈ നിങ്ങളുടെ പേരെഴുതിയിട്ട് നിങ്ങളുടെ ജനിച്ച തീയതിയുമായിട്ട് കണക്കൊക്കാൻ വേണ്ടി
ഒന്നോ രണ്ടോ ഇംഗ്ലീഷ് അക്ഷരം ഇനിഷ്യൽ പോലെ ആഡ് ചെയ്ത് പേര് മുഴുവനായിട്ട് എഴുതി വെച്ചാൽ മാത്രം മതി. അപ്പം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു, ഇതിൽ കൂടുതൽ വിശദമായിട്ട് പറയാൻ പറ്റത്തില്ല. ഇതൊരു വഴി. ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾക്കിപ്പം കേൾക്കുമ്പോൾ ഇത് ഒന്ന് ചെയ്തു കഴിയുമ്പോൾ വളരെ സിമ്പിളാണ്. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പലർക്കും ഇത് ചെയ്തു കൊടുക്കും. അപ്പോൾ ഇതങ്ങനെ കിടപ്പുമുറി വെച്ചാൽ മതി. ഉറപ്പായിട്ട് അത് ഒന്നുകിൽ നിങ്ങളുടെ കിടപ്പുമുറിയിൽ പടിഞ്ഞാറേ ഭിത്തിയിൽ കിഴക്കോട്ടാക്കി വെക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ കിടപ്പുമുറിയിൽ വടക്കേ ഭിത്തിയിൽ വെക്കണം. വടക്കേ ഭിത്തിയിൽ വെക്കുമ്പോൾ തെക്കോട്ടാണ് വരുന്നത്, അത് നല്ലത് തന്നെയാണ്. വടക്കേ ഭിത്തി വെക്കണം, ഫലമാണ്. ഈ രണ്ട് രീതിയിൽ എഴുതി, ഈ രണ്ടിലേതെങ്കിലും ഒരു സ്ഥലത്ത് വേണം. ചെറിയൊരു വെള്ള പേപ്പറിൽ നീല സ്കെച്ച് പേന, ഞാനിപ്പോൾ ഇത് നീല സ്കെച്ച് പേന ഇല്ലാത്തതുകൊണ്ട് ഇതുകൊണ്ട് കാണിച്ചു, നീല സ്കെച്ച് പേന കൊണ്ട് എഴുതി ഒരു ചെറിയൊരു പേപ്പറിൽ ഡബിൾ ടേപ്പ് വെച്ച് ഭിത്തി ഒട്ടിച്ചാൽ മതി. അതവിടെ ഇരുന്നോട്ട് നിങ്ങളുടെ ആ പേരിന്റെ ഭാഗ്യദോഷം മാറിക്കിട്ടുമെന്നുള്ളതാണ്. അതൊരു രഹസ്യവിദ്യയാണ്. ഇനി രണ്ടാമതൊരു വഴികളുണ്ട്, അതുകൂടെ പറഞ്ഞുതരാം. അതായത് ഈ പേര് വെച്ച് തന്നെ പറഞ്ഞുതരാം, അപ്പൊ പിന്നെ എളുപ്പമുണ്ടല്ലോ. ഇപ്പൊ രാജീവ് എന്ന ആളാന്ന് വിചാരിച്ചു. ഡേറ്റ് ഓഫ് ബർത്ത് 1/10/1973. അപ്പൊ അയാളുടെ ഈ പേരിന്റെ വാല്യൂ എല്ലാം കൂട്ടുമ്പോൾ 25 കിട്ടുന്നത് നിങ്ങൾക്കറിയാം. ആ ഉദാഹരണം തന്നെ പറഞ്ഞത് 25. അപ്പൊ 7 വരുന്നു. ഇവിടെ ജനിച്ച തീയതി 1, 1ഉം 7ഉം തമ്മിൽ മാച്ചാകത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈ രണ്ട് സംഖ്യ എടുക്കുക, 1ഉം 7ഉം എടുക്കുക, ഇതിന്റെ ഡിഫറൻസ് എടുക്കുക, വലിയ സംഖ്യ ചെറിയ സംഖ്യ കുറയ്ക്കുക. അപ്പൊ എത്ര വന്നു? 6. ഈ 6 വരുന്ന ആറിന് വിളിക്കേണ്ട ഒരു ശക്തിയുണ്ട്, അത് ഭദ്രകാളിയാണ്. ആ ഭദ്രകാളിക്ക് ഈ വ്യക്തിയുടെ പക്കനാളിലും വെള്ളിയാഴ്ചകളിലും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി ചെയ്താൽ മതി. ഉറപ്പായിട്ടും അവരുടെ ജീവിതം മാറും. ഇനിയും ഇങ്ങനെ പേരിന്റെ വാല്യൂ തമ്മിൽ കൂട്ടുമ്പോൾ ടോട്ടൽ കിട്ടും. അതിനെ ഏകസംഖ്യ ആക്കുമ്പോൾ ഒരു സംഖ്യ കിട്ടും. ആ സംഖ്യയും ജനിച്ച തീയതിയുള്ള സംഖ്യയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. ആ ഡിഫറൻസ് 1 വരുന്നെങ്കിൽ ശിവന് ശനിയാഴ്ചയും പക്കനാളിനും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും കൂവളത്തിൽ അർച്ചനയും കഴിക്കുക രാവിലെ. ഇതെല്ലാം രാവിലെ ചെയ്യേണ്ടത്. ഉറപ്പായിട്ടും ലൈഫിൽ മാറ്റം വരും. ഇനിയും പേരിന്റെ ജനിച്ച തീയതിയും പേരിന്റെ വാല്യൂ തമ്മിൽ കൂട്ടുമ്പം കിട്ടുന്ന ടോട്ടലിനെ ഏകസംഖ്യ ആക്കുമ്പോൾ 2 ഡിഫറൻസ് വരുന്നതെങ്കിൽ ഭദ്രകാളിക്ക് തിങ്കളാഴ്ച ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി ചെയ്യുക, പക്കനാളിനും ചെയ്യുക. ഇത് തിങ്കളാഴ്ചകളും പക്കനാളും ആവർത്തിക്കുക. രാവിലെയാണെല്ലാം ചെയ്യേണ്ടത്. ഇനി ഡിഫറൻസ് 3 കിട്ടുന്നെങ്കിൽ ഭഗവാൻ കൃഷ്ണന് ത്രിമധുരവും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും വ്യാഴാഴ്ചകൾ ചെയ്യുക, പക്കനാളിനും ചെയ്യുക രാവിലെ. ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും. ഇനി ഡിഫറൻസ് 4 കിട്ടുന്നെങ്കിൽ ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച കടുംബായുസവും അഷ്ടോത്തരാർച്ചനയും ചെയ്യുക. ചെയ്യുക. വെള്ളിയാഴ്ചകൾ സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. പക്കനാളിനും രാവിലെയും ചെയ്യുക. പക്കനാൾ എന്ന് പറഞ്ഞാൽ ജനിച്ച നക്ഷത്രം മാസത്തിൽ വരുന്ന ദിവസം. നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. എങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെന്ന് വിചാരിച്ചാൽ പറഞ്ഞത്. കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കുമ്പോൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. ഞാൻ ഏതൊരാൾക്കൊരു കാര്യം പറഞ്ഞാൽ എനിക്കറിയാവുന്ന രീതിയിൽ പൂർണ്ണമായിട്ടും അയാൾക്ക് മനസ്സിലാകണമെന്നുള്ള രീതിയിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. എൻ്റെ അധ്യാപകർ പഠിപ്പിച്ചോ അങ്ങനെ തന്നെയാണ്. എന്നെ 10ാം ക്ലാസ്സിൽ എൻ്റെ കണക്ക് സെക്കൻഡ് പഠിപ്പിച്ച ഒരു അധ്യാപകൻ ഇതുപോലെ ഓരോന്നും ഈ ത്രികോണം, വൃത്തം, സ്തൂപിക ഇതിൻ്റെ എല്ലാ ഇക്വേഷനെ കാണിച്ചാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് എനിക്ക് കണക്ക് സെക്കൻഡിന് 10ാം ക്ലാസ്സിൽ 46 മാർക്ക് ഉണ്ടായിരുന്നു. 50 4 മാർക്കാണ് പോയത്. 4 മാർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും എ പാർട്ടിന് വേണ്ടി ഞാൻ പഠിച്ചിട്ടില്ല. അര മാർക്ക് ക്വസ്റ്റ്യൻ 10 ഞാൻ പഠിക്കത്തില്ല. ഞാൻ 45 മാർക്കിനെ പഠിക്കത്തുള്ളൂ. പക്ഷെ എനിക്ക് 46 മാർക്ക് കിട്ടി. ആ എ പാർട്ടിൻ്റെ 2 ശരിയായി. എൻ്റെ അധ്യാപകന്റെ മിടുക്കാത്. എന്നെ പഠിപ്പിച്ച എൻ്റെ കഴിവല്ല, എൻ്റെ അധ്യാപകന്റെ മിടുക്ക. എന്ന് പറഞ്ഞ പോലെ ഞാൻ ആർക്കും ഒരു കാര്യം പറഞ്ഞു കൊടുത്താലും അവർക്കത് പ്രയോജനം കിട്ടണം. അതിന് എന്നാലാവുന്ന രീതിയിൽ പരമാവധി വിശദമായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇതിൽ കൂടുതൽ വിശദമായിട്ട് പറഞ്ഞുതരാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി ഡിഫറൻസ് 5 വരുന്നതെങ്കിൽ കൃഷ്ണന് ബുധനാഴ്ച ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും പാൽപായസവും ചെയ്യുക. ഇത് മലയാള മാസം ആദ്യ ബുധനാഴ്ച ചെയ്താൽ മതി. മാസത്തിലൊന്ന് ചെയ്താൽ മതി. പിന്നെ പക്കനാളിനും ചെയ്യണം. പിന്നെ മലയാള മാസം 1-ാം തീയതി ദൂരെയുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോയി ഭഗവാന് പറ്റുന്ന വഴിപാട് ചെയ്യുക, പ്രാർത്ഥിക്കുക. അതുകൂടെ ചെയ്താൽ ഈ ഡിഫറൻസ് 5 വരുന്നവർക്ക് കുറച്ചുകൂടി നല്ലതാണ്. ഇനി ഡിഫറൻസ് 6 വരുന്നെങ്കിൽ ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി കടുംബായസം ചെയ്യുക. വെള്ളിയാഴ്ചകൾ ആവർത്തിക്കണം. കുളമുള്ള ക്ഷേത്രമാണ് മലരുകൊണ്ട് മീനോട്ടുകൂടി നടത്തണം. പക്കനാളിനും വെള്ളിയാഴ്ച ഒരു മാസം 4 വെള്ളിയാഴ്ചയുണ്ട്. ഈ ആഴ്ചകൾ ആവർത്തിക്കുമ്പോഴാണ് കൂടുതൽ ഫലം പെട്ടെന്നുണ്ടാകുന്നത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക. മാസത്തിൽ ഒന്ന് ചെയ്യുന്നതിനെക്കാട്ടിൽ ആഴ്ചകൾ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ഫലം ഉണ്ടാകും. നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമെങ്കിൽ അങ്ങനെ ചെയ്യുക. പതുക്കെ ഫലം മതിയെങ്കിൽ മാസത്തിൽ 1 വെള്ളിയാഴ്ച ചെയ്താൽ മതി. പെട്ടെന്നൊരു ഫലങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ
മാസത്തിൽ 4 ആഴ്ചകൾ വെള്ളിയാഴ്ചകളും ആവർത്തിക്കുക. അവനവൻ്റെ ആവശ്യം പോലെ ചെയ്യുക. പിന്നെ പക്കനാളിനും ചെയ്യുക ഭദ്രകാളിക്ക്. ഇനി 7 വരുന്നെങ്കിൽ ഗണപതിക്ക് നിങ്ങൾ മുക്കുറ്റി പുഷ്പാഞ്ജലി ചെയ്യുക. ഇത് വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുക, പക്കനാളിനും ആവർത്തിക്കുക രാവിലെ. 8 വരുന്നെങ്കിൽ കൃഷ്ണന് നിങ്ങൾ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും പുരുഷ സൂക്താർച്ചനയും ചെയ്യുക. പക്കനാളിനും വ്യാഴാഴ്ചകളും ആവർത്തിക്കണം. 8 മലയാള മാസം 1-ാം തീയതിയോ അല്ലെ മാസത്തിൽ ഒരു ദിവസമോ ദൂരെയുള്ള ചൈതന്യം കൂടുതലുള്ള കൃഷ്ണക്ഷേത്രത്തിൽ, ഇപ്പൊ അമ്പലപ്പുഴ, ആറന്മുള, പത്മനാഭസ്വാമി ക്ഷേത്രം, ഗുരുവായൂർ, ചെറിയ മനസ്സിൽ തോന്നിയ കുറെ ക്ഷേത്രങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ നിങ്ങൾക്ക് ചൈതന്യം കൂടുതലുള്ള വളരെയധികം ആളുകൾ വരുന്ന ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോകണം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? കാരണം ഈ ചൈതന്യം കൂടിയ ക്ഷേത്രത്തിൽ പോകുമ്പം അവിടുത്തെ ഒരു ചൈതന്യത്തിന്റെ ഒരു അംശം മതി നമ്മുടെ ഈ ചെറിയ ജീവിതം വലിയ രീതിയിൽ മാറും. മാത്രമല്ല നല്ലൊരു യാത്രയും കൂടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മാനസികമായിട്ടുള്ള ബ്ലോക്കുകളൊക്കെ മാറും. നമ്മുടെ മാനസികമായിട്ടുള്ള ചില ചിന്തകളും നിരാശയും യാത്രകൾ എപ്പോഴും ജീവിതം മാറ്റും. അതുകൊണ്ടാണ് ദൂരെയുള്ള ക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞത്. ഇനി 9 വരുന്നെങ്കിൽ ഭദ്രകാളിക്കും കൃഷ്ണനും ചെയ്യണം. ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, കടുംപായസം. കൃഷ്ണന് വ്യാഴാഴ്ച പുരുഷ സൂക്താർച്ചന, നെയ്വിളക്ക്. ഇത് സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. പക്കനാളിനും ഇത് തന്നെ ചെയ്യണം. ഭദ്രകാളിക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, കടുംപായസം ആവർത്തിക്കണം 9. അപ്പൊ ഇതാണ്. ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുക. അല്ലാതെ പേര് മാറ്റുന്നവർ മാറ്റിക്കോട്ടെ, പേര് മാറ്റണമെന്നൊന്നുമില്ല. മാറ്റിയാൽ തന്നെയും മാറ്റിയില്ലേ തന്നെയും ഞാനീ പറഞ്ഞ കാര്യങ്ങൾ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട എല്ലാ മാറ്റങ്ങളും ഉണ്ടാകും. ഇത് ഒരു 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 വലിയ മാറ്റം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യണം, ശരിയായ രീതിയിൽ ചെയ്യണമെന്ന് മാത്രം. അതിനുവേണ്ടി വീഡിയോ 1, 2, 3 തവണ കണ്ടാലും തെറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലാകണം, അത്രയേ ഉള്ളൂ. എനിക്ക് ഇനി ഒരു തവണ കണ്ട് മനസ്സിലാക്കാമെങ്കിൽ ഓക്കെ, അത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക. അത് ഫലമുണ്ടാകും. സിമ്പിൾ കാര്യമാണ് കേട്ടോ, വളരെ സിമ്പിൾ കാര്യമാണ്, എളുപ്പം മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഈ ക്ലെയിം എന്ന് പറഞ്ഞ ഇതുണ്ട്. ഈ ക്ലെയിം എന്ന് പറഞ്ഞ ഇതുണ്ട്. ഒരു പേപ്പറിൽ എഴുതി, നീലമഷി കൊണ്ട് എഴുതി, നിങ്ങൾ ചെറിയ ചതുരത്തിൽ മതി, ഒരു പേപ്പർ മുറിച്ച് നീലമഷിയിൽ എഴുതി നിങ്ങളിത് പേഴ്സിനകത്തോ ഒക്കെ അകത്ത് വെച്ച് ഒട്ടിക്കുക. പണം വർദ്ധിച്ചു വന്ന അനുഭവം ഒരുപാടുണ്ട്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇനിയും പറയാൻ പോകുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നത് 3 കാര്യങ്ങളാണ്. 1, പല കാര്യങ്ങളും ആവശ്യമില്ലാതുള്ള ഭയം. 2, എന്നെക്കുറിച്ച് ആളുകൾ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്ത. 3, എനിക്കത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന ചിന്ത. ഈ 3 കാര്യങ്ങളാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരാജയം ആളുകൾക്ക് ഉണ്ടാക്കുന്നതും ഓരോ ആളുകൾക്കും ന്യായമായിട്ട് കിട്ടേണ്ട കാര്യങ്ങളെ പോലും ഇല്ലാതാക്കുന്നതും ഒരുപാട് ജീവിതങ്ങൾ ഒന്നുമല്ലാതാക്കിയിരിക്കുന്നതും ഈ 3 കാര്യങ്ങളാണ്. അപ്പം അതിന് ഞാൻ നിങ്ങൾക്കൊരു രഹസ്യ വിദ്യ പറഞ്ഞുതരാം, ചെയ്തു നോക്കുക. ഭയമുണ്ടാകുന്നു. ഇപ്പോൾ ഒരു പാലത്തെ കയറുമ്പോൾ വീഴുവോ എന്നുള്ള ഭയം അല്ലേ ഉണ്ടാകുന്നു. അപ്പം മനസ്സിനോട് നിങ്ങൾ പറയുക, ശരി, വീഴുമോ എന്നുള്ള ഭയം എനിക്കുണ്ട്, ഞാൻ ആ ഭയത്തെ സ്വീകരിക്കുന്നു. എന്നിട്ട് പറയുക, എങ്കിലും ഞാൻ ആ ഭയത്തെ സ്വീകരിക്കുന്നു എന്ന് പറയുക, മനസ്സുകൊണ്ട് പറയാം. എന്നിട്ട് ഞാൻ ഭയമില്ലാതെ തന്നെ ഈ പാലം കടക്കും, ഞാനത് ചെയ്യും എന്ന് വീണ്ടും മനസ്സിനോട് പറയുക. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതുപോലെ ഭയമുള്ള ഏത് അവസരത്തിലും ആ ഭയത്തെ നിങ്ങൾ സ്വീകരിക്കുന്നു എന്ന് മനസ്സിനോട് പറയുക. എന്നിട്ട് പറയുക, ഞാനത് ചെയ്യും നന്നായിട്ട് എന്നുകൂടി പറയുക. ഏത് കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, പരീക്ഷിച്ച് നോക്കിയോ. കാരണം ഇതിനകത്തൊരു രഹസ്യമുണ്ട്. നമുക്കൊരു ഭയമുണ്ടായി, ആ ഭയത്തെ നമ്മൾ സ്വീകരിക്കുന്നു എന്ന് മനസ്സിനോട് പറയുമ്പോൾ പിന്നെ മനസ്സ് നമ്മളെ പ്രതിരോധിക്കത്തില്ല. നമ്മൾ അതിനെ പ്രതിരോധിക്കുമ്പോഴാണ് മനസ്സ് ഇരട്ടി ശക്തിയായിട്ട് പ്രതിരോധിക്കുന്നത്. എനിക്ക് ഭയമില്ല എന്നൊക്കെ പറഞ്ഞാൽ മനസ്സ് വീണ്ടും ഭയം ഉണ്ടാവും. ഞാൻ ആ ഭയത്തെ സ്വീകരിക്കുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ മനസ്സ് പ്രതിരോധിക്കത്തില്ല. പിന്നിട്ട് ഉടനെ നമ്മൾ മനസ്സിൽ തന്നെ പറയുക, ഞാനത് ചെയ്യും ഭംഗിയായിട്ട്. ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. ഭയം നമ്മൾ പിന്നെ ഉയർന്നു വരത്തില്ല. ആ നിമിഷത്തിൽ, ആ കാര്യത്തിൽ, ആ സമയത്തിൽ ഉയർന്നു വരത്തില്ല. ഇത് നിങ്ങൾക്ക് ഏത് കാര്യം ചെയ്യുമ്പോഴും ചെയ്യാം. 2, ആളുകൾക്ക് പലപ്പോഴും നമ്മുടെ വിചാരം നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊരു ചിന്ത എപ്പോഴും ഉണ്ട്. അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ ഉയർന്നു വരുമ്പോൾ നമ്മൾ ഉടനെ ചിന്തിക്കുക, ആളുകൾ എന്നെക്കുറിച്ച് മോശമായിട്ട് ചിന്തിക്കുന്നുണ്ട്, അത് അല്ലെ ആളുകൾ എന്നെക്കുറിച്ച് ചിലപ്പം നല്ലതല്ലായിരിക്കും ചിന്തിക്കുന്നത്, അതിനെ ഞാൻ സ്വീകരിക്കുന്നു. പക്ഷേ എനിക്കത് വിഷയമല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഞാൻ ഏറ്റവും ആത്മാർത്ഥമായിട്ടും ഭംഗിയായിട്ട് ചെയ്യും എന്ന് മനസ്സിനോട് പറയുക. നിങ്ങൾക്ക് ആരെന്ത് നിങ്ങളെക്കുറിച്ച് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടും സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും ചെയ്യാൻ പറ്റും. എവിടെ പെർഫോമൻസ് ചെയ്യാനോ എന്തിനോ നിങ്ങൾക്ക് പറ്റും. ഇത് പരിശീലിക്കുക. 3, എനിക്ക് ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് ആ കാര്യം പറ്റത്തില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ
ശരി, എന്നെ കൊണ്ട് പറ്റത്തില്ല, അത് ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ അതിനെ സ്വീകരിക്കുന്നു, പക്ഷെ ഞാൻ ആ കാര്യം ചെയ്യും, വൃത്തിയായിട്ട് ചെയ്യും, ഭംഗിയായിട്ട് ചെയ്യും എന്നുകൂടി മനസ്സിനോട് ഉടനെ മനസ്സിൽ പറയുക. ആ കാര്യം വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു വിദ്യ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കും. ഇതൊരു രഹസ്യവിദ്യയാണ്, ഇതാരും പറഞ്ഞു തരത്തില്ല. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവ ശിവ.